2026 മാർച്ച് 6 മുതൽ 26 വരെ തീയതികളിലായിട്ടാണ് പരീക്ഷകൾ നടന്നത്. ഹയർ സെക്കൻഡറിയിൽ കേരളം, ഗൾഫ്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ 2005 സ്കൂളുകളിലായി 1984 പരീക്ഷാ കേന്ദ്രങ്ങളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 389 പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. റെഗുലർ കുട്ടികൾക്ക് പുറമെ സ്കോൾ കേരള, ഓപ്പൺ സ്കൂൾ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, സ്പെഷ്യൽ സ്കൂൾ, ആർട്ട് ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലെ പരീക്ഷകളും ഇതോടൊപ്പം നടത്തുകയുണ്ടായി. ഹയർ സെക്കൻഡറിക്ക് 89 മൂല്യനിർണയ ക്യാമ്പുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 8 മൂല്യനിർണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറിയിൽ 22,172 അധ്യാപകരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,210 അധ്യാപകരും മൂല്യനിർണയത്തിൽ പങ്കെടുത്തു. 2026 ഏപ്രിൽ 16 മുതൽ മെയ് 11 വരെ തീയതികളിലായിട്ടാണ് മൂല്യനിർണയം പൂർത്തിയാക്കിയത്. മൂല്യനിർണയത്തോടൊപ്പം ടാബുലേഷൻ ജോലികളും പൂർത്തിയാക്കി. ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ 2026 ജനുവരി 22 മുതൽ ഫെബ്രുവരി 15 വരെയാണ് നടന്നത്. പരീക്ഷകൾ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കാനും പരീക്ഷാഫലം സമയബന്ധിതമായി പ്രസിദ്ധീകരിക്കുവാനും വേണ്ടി പ്രവർത്തിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി, പരീക്ഷാ ബോർഡ് ചെയർമാൻ, പരീക്ഷാ സെക്രട്ടറിമാർ, DD-മാർ, RDD-മാർ, AD-മാർ, സിസ്റ്റം മാനേജർമാർ, അധ്യാപകർ, അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളൊക്കെ ഈ സന്തോഷവേളയിൽ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ അധ്യാപക സംഘടന പ്രതിനിധികളൊക്കെ ഈ അവസരത്തിൽ ഇവിടെ പ്രസന്റാണ്. മൂല്യനിർണയ ക്യാമ്പിന് നേതൃത്വം നൽകിയവർ, സാങ്കേതിക സഹായം നൽകിയ NIC അധികൃതർ, പരീക്ഷാ വിഭാഗം ജീവനക്കാർ എന്നിവരെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി കഠിന പരിശ്രമം നടത്തിയ അവരെ ഒരിക്കൽ കൂടി വകുപ്പിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അനുമോദനങ്ങൾ നേരുകയാണ്. ഫുൾ A+ കിട്ടിയവർ, 1200-ൽ 1200 നേടിയവർ ഒക്കെ ഉണ്ടാവും. ഉയർന്ന മാർക്ക് വാങ്ങിയവരുണ്ടാവും. കൂട്ടത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേകമായ സാഹചര്യത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചവരുണ്ടാകാം. യോഗ്യത നേടാതെ പുറത്തായവരുണ്ടാകാം. അപ്പം അവരോടൊക്കെ വല്ലാതെ അതിൻ്റെ പേരിൽ നിരാശപ്പെടരുതെന്നും പരിശ്രമിച്ച് നല്ല ഉത്സാഹത്തോടു കൂടി പ്രയത്നിച്ച് ഇതിനെ മറികടക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഇത്തരത്തിലുള്ള ചെറിയ പരാജയങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ അതിൻ്റെ പേരിൽ വല്ലാതെ പ്രയാസപ്പെട്ട് നിരാശ അരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി അത്തരം കുട്ടികളോടും ഈ സന്ദർഭത്തിലുണ്ട്. അവർക്ക് പിന്നെ മൊത്തത്തിൽ ഉള്ള വിഷയങ്ങൾ എഴുതാനും ഏതെങ്കിലും വിഷയത്തിന്റെ മാർക്ക് മെച്ചപ്പെടുത്താനുമായി 2026 ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ തീയതികളിലായി സേവ് എ ഇയർ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുന്നതാണ്. വിശദമായ നോട്ടിഫിക്കേഷൻ ഇന്ന് തന്നെ പുറപ്പെടുവിക്കും. 2026 ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയുള്ള തീയതികളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഇനി നമ്മൾ റിസൾട്ടിലേക്ക് പോവുകയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം 2026 മാർച്ച്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 1990 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 2,09,398 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്.
2,90,398. അതെ, 2,90,398 ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.97%. മുൻ വർഷം ഇത് 77.81%. അപ്പോൾ ഒരു 0.16% ഇത്തവണ കൂടുതലാണ്. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ. റെഗുലർ സ്കൂൾ ഗോയിങ് ആകെ കുട്ടികൾ 3,72,423. അത് കഴിഞ്ഞ വർഷം 3,70,642 ഇതിൽ ആൺകുട്ടികൾ 1,79,672. ആൺകുട്ടികളിൽ ജയിച്ചവർ 1,22,906. വിജയശതമാനം 68.41. അതിൻ്റെ കഴിഞ്ഞ വർഷം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൺകുട്ടികൾ 1,79,952. അതിൽ ജയിച്ചവർ 1,23,160. വിജയശതമാനം 68.44. അപ്പോഴും ചെറിയൊരു ശതമാനം ഇത്തവണ ആ കാറ്റഗറിയിലും കൂടുതലാണ്. ഓക്കെ, ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾ 1,92,751 പേർ പരീക്ഷ എഴുതിയത്. ജയിച്ചവർ 1,67,475. വിജയശതമാനം 86.89. അപ്പോൾ പെൺകുട്ടികളുടെ വിജയശതമാനം ആൺകുട്ടികളെക്കാൾ വളരെ മുന്നിലാണ്. ഏകദേശം 20% വ്യത്യാസമുണ്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിജയശതമാനത്തിന്റെ കാര്യത്തിൽ. പെൺകുട്ടികൾ ഏറെ മുന്നിലാണ്. അത് നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആൺകുട്ടികൾ പിറകിൽ പോയതുകൊണ്ടല്ല, പെൺകുട്ടികൾ വളരെ മുന്നിൽ വന്നു എന്നുള്ളത് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിലിനി കഴിഞ്ഞ വർഷത്തെ പെൺകുട്ടികൾ പരീക്ഷ എഴുതിയവർ 1,90,690. ജയിച്ചവര് 1,65,234. വിജയശതമാനം 86.65. അപ്പോൾ പ്രാവശ്യം കൂടിയില്ലേ? കൂടി. പെൺകുട്ടികളുടെ വിജയശതമാനം ഇത്തവണ കൂടുകയും ചെയ്തു. അപ്പോൾ അതെല്ലാ അർത്ഥത്തിലും സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു സംഗതിയാണ് സമൂഹത്തിന്. പിന്നെ റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,87,933. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,58,836. വിജയശതമാനം 84.52. ഇത് കഴിഞ്ഞ വർഷം 83.25 അപ്പോൾ ഏകദേശം ഒരു ശതമാനത്തിൽ കൂടുതൽ അല്ലേ? കൂടുതലാണ്. ഇനി അടുത്തത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 75,923. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 50,398. വിജയശതമാനം 66.38. കഴിഞ്ഞ വർഷം 69.16. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ വിജയശതമാനം കുറവാണ്. ഏകദേശം 3% ഹ്യൂമാനിറ്റീസിൽ കുറവാണ്. കൊമേഴ്സ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,08,567. അതിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 81,147. വിജയശതമാനം 74.74. കഴിഞ്ഞ വർഷം 74.21. അപ്പോൾ കൂടുതലാണ്, ഒരു പോയിന്റ് സംതിങ് കൂടുതലാണ്. റെഗുലർ സ്കൂൾ ഗോയിങ് സ്കൂൾ വിഭാഗം അനുസരിച്ച് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,67,430. യോഗ്യത നേടിയവർ വിജയിച്ചവർ 1,21,661. വിജയശതമാനം 72.66. കഴിഞ്ഞ വർഷം 73.23. അപ്പൊ വിജയശതമാനം 1% കൂടുതൽ കുറവാണ്. എയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,81,851. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ
1,50,604. വിജയശതമാനം 82.82. കഴിഞ്ഞ വർഷം 82.16. 0 പോയിന്റ് സംതിങ് കൂടുതലാണ് എയ്ഡഡ് സ്കൂളിന്റെ റിസൾട്ട്. അൺഎയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 22,821. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 17,841. വിജയശതമാനം 78.18. കഴിഞ്ഞ വർഷം 75.91. ഏകദേശം 3% വർധനമാണ്. സ്പെഷ്യൽ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 321. ഉപരിപഠന യോഗ്യത 275. വിജയശതമാനം 85.67. കഴിഞ്ഞ തവണ 86.40. കുറവാണ്. ഇത്തവണ കുറവാണ്. ഇനി എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എണ്ണം 30,561. കഴിഞ്ഞ വർഷം 30,145. അപ്പൊ കൂടുതലാണ്. ഒരു 416 എണ്ണം കൃത്യമായി പറഞ്ഞാൽ കൂടുതലാണ്. കഴിഞ്ഞ വർഷം 30,145. ഇത് നമ്മൾ സപ്ലൈ ചെയ്യില്ലേ? ഇതിന്റെ ലിസ്റ്റ് മൊത്തം കൊടുക്കില്ലേ? അതെ, കൊടുക്കുമല്ലോ. ഫുൾ A+ 30,561. 416 എണ്ണം കൂടുതൽ. ഇനി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 1,523. ആൺകുട്ടികൾ 1,081. പെൺകുട്ടികൾ 442. യോഗ്യത നേടിയവർ 1,109. വിജയശതമാനം 72.82. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 70.76. അപ്പൊ 2% കൂടുതലാണ്. എല്ലാ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 50. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാറ്റഗറിയിൽ കേട്ടോ. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 63. ആൺകുട്ടികൾ 21. പെൺകുട്ടികൾ 42. ഉപരിപഠന യോഗ്യത നേടിയവരുടെ എണ്ണം 52. വിജയശതമാനം 82.54. കഴിഞ്ഞ വർഷം 80.36. അപ്പൊ അവിടെയും 2%-ലധികം വിജയശതമാനം വർധനവുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 2.